Good morning. Today we are discussing about chromosomal anomalies and disorders. First of all, I am discussing about the introduction about chromosomal anomalies and disorders. Many human genetic disorders are due to the presence of certain defective enzymes or proteins or due to the absence of some protein or enzymes. അതായത് നമ്മുടെ ബോഡി നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഹ്യൂമൻ ജനറ്റിക് ഡിസോർഡേഴ്സിനും കാരണം എന്താണ്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ എൻസൈംസിൻ്റെ അല്ലെങ്കിൽ ആ പ്രോട്ടീൻസിൻ്റെ ആബ്സെൻസ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? DNA ലെവലിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ ബോഡിയിലൊരു മെറ്റബോളിക് പാത്വേ നടക്കുകയാണെങ്കിൽ തൈറോസിൽ നിന്ന് ഡോപ്പ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ തൈറോസിൻ ടു ഡോപ്പ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു എൻസൈംസിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ജീൻസ് അവിടെ ആക്ട് ചെയ്തിട്ട് ആ DNA ലെവലിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയാണെങ്കിൽ ഈ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? തൈറോസിൻ ഫോമേഷൻ നടന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അതൊരിക്കലും എന്തായിട്ട് മാറുന്നില്ല? ഡോപ്പ എന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നില്ല. അപ്പം അവിടെ തൈറോസിൻ എന്താവും? അക്യുമുലേറ്റ് ആവും. അത് വേറെ ടൈപ്പ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ഹ്യൂമൻ ഡിസോർഡേഴ്സ്, ജനറ്റിക് ഡിസോർഡേഴ്സിന് കാരണം ക്രോമസോമൽ ഡിഫക്റ്റ് ആയിരിക്കാം. അതായത് കാരിയോടൈപ്പ്, അതായത് ക്രോമസോം നമ്പറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ അതിൻ്റെ സൈസിലോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുക. ഒന്നുകിൽ ആ ക്രോമസോം നമ്പർ എന്താവും? ഡിലീറ്റ് ആയി പോവുക, ഒന്ന് കുറയുക. അതിനെ മോണോസോമി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ട്രൈസോമിക് കണ്ടീഷൻ. ട്രൈസോമി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം ആഡ് ചെയ്തിട്ട് വരിക. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കാം? ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു 6% ന്യൂ ബോൺ ഹ്യൂമൻ ബേബീസും സഫർ ചെയ്യുന്നത് മോർബിഡിറ്റിയാണ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതൊരു ഒരു ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഒരു എന്തെങ്കിലും ഇൽനെസ് ആ ന്യൂ ബോൺ ബേബീസൊക്കെ ഉണ്ടാവുകയാണ്. അതിന് മോർബിഡിറ്റി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മോർട്ടാലിറ്റിയാണ് കാരണം. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് സംഭവിക്കുക. എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് കാരണം, ഈ റീസൺസ് കാരണം ഡെത്ത് സംഭവിക്കുക. ഈ 6%-ൽ ഒരു നിയർലി 1% സഫർ ചെയ്യുന്നത് ക്രോമസോമൽ മ്യൂട്ടേഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡിസീസാണ്. ദെൻ അനദർ 1% സഫർ ഫ്രം ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ സെക്സ് ലിങ്ക്ഡ് ജീൻ മ്യൂട്ടേഷൻ. സെക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പിന്നെ ഉള്ളൊരു 1.5% സഫർ ചെയ്യുന്നത് കണ്ടീഷൻസ് കോസ്ഡ് ബൈ ഓട്ടോസോമൽ ജീൻ മ്യൂട്ടേഷൻ. അതായത് വെജിറ്റേറ്റീവ് സെൽസിൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ജീനിലുണ്ടാവുന്ന മ്യൂട്ടേഷൻസ് കൊണ്ട് അങ്ങനെയുള്ള സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടാവാം. റിമൈനിങ് 2.5% സഫർ ഫ്രം മാൽഫോർമേഷൻ. എന്തെങ്കിലും മാൽഫോർമേഷൻസ്, അവരുടെ വൈറ്റൽ ഓർഗൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റോ അങ്ങനെയുള്ള കണ്ടീഷനെയാണ് മാൽഫോർമേഷൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ഡിസീസ് കോസ്ഡ് ബൈ ക്രോമസോമൽ അനോമലീസ്. ക്രോമസോമൽ അനോമലീസ് കൊണ്ടുണ്ടാവുന്ന ഡിസീസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇനി എന്താണ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ? സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമൽ അനോമലീസ് നെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. അതായത് ക്രോമസോമൽ അനോമലീസ് കൊണ്ടുണ്ടാവുന്ന ഡിസീസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ ആ ഡിസീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓട്ടോസോമൽ അനോമലീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അബ്നോർമാലിറ്റീസ് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആർ കോൾഡ് അന്യൂപ്ലോയിഡ്. അതായത് ക്രോമസോം നമ്പറിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. നമ്പറിൽ മാത്രമാണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ അന്യൂപ്ലോയിഡി അല്ലെങ്കിൽ പ്ലോയിഡി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ആ അബ്നോർമാലിറ്റീസിനെയാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് നമ്മൾ പറയുന്നത്. ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ് എപ്പോഴും അതിന് കാരണം നടക്കുന്നത് എപ്പോഴാണ്? ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ ദ നമ്പർ ആൻഡ് ഓർ സ്ട്രക്ചർ ഓഫ് ഓട്ടോസോംസ്. അതിൻ്റെ ഓട്ടോസോമൽ ക്രോമസോംസിൽ ഉണ്ടാവുന്ന നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലോ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുകയാണെങ്കിലാണ് ഈ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഇസ് എ ജനറ്റിക് ഡിസീസ് കോസ്ഡ് ബൈ എൻ എക്സ്ട്രാ ക്രോമസോം അറ്റ് 21st പൊസിഷൻ. ദെൻ ഏതൊക്കെയാണ് സിൻഡ്രോം, ഓട്ടോസോമൽ അനോമലീസ്
കാരണം ഉണ്ടാവുന്ന ആ ഡിസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഡൗൺ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം, പാറ്റസ് സിൻഡ്രം, ക്രൈഡ്യൂചാറ്റ് സിൻഡ്രം. അങ്ങനെ 4 ടൈപ്പ് സിൻഡ്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഡൗൺ സിൻഡ്രം. ഡൗൺ സിൻഡ്രത്തെ നമ്മൾ ട്രൈസോമി 21 സിൻഡ്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മംഗോളിസം ഓർ മംഗ്ലോയിഡ് ഇഡിയോസി എന്ന് പറയും. മംഗോളിസം അല്ലെങ്കിൽ മംഗ്ലോയിഡ് ഇഡിയോസി. ഫസ്റ്റ് ഈ ഡിസീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സെങ്വിൻ എന്നിട്ടുള്ള സയൻറ്റിസ്റ്റാണ് 1844. പിന്നെ ജോൺ ലാങ്ടൺ 1866 ജെറോം ലെജുനെ 1959 ഈ ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സിൻഡ്രത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓട്ടോസോമൽ അനോമലി ആണിത്, അതറിയാം. ക്യാരക്ടറൈസ് ബൈ ഓട്ടോസോമൽ ട്രൈസോമി ആണ് ഇതിൻ്റെ കണ്ടീഷൻ. ട്രൈസോമി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം ആഡ് ചെയ്ത് വരിക. അതിപ്പോൾ ഓട്ടോസോംസിൽ മാത്രമാണ് ആ ഒരു കണ്ടീഷൻ വരിക. സെക്സ് ക്രോമസോംസിൽ ആ ഒരു ട്രൈസോമിക് കണ്ടീഷൻസ് വരില്ല ഇൻ ദ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോം. Okay, a trisomy is a chromosomal condition characterized by an additional chromosomes. An additional chromosomes എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വരുന്ന കണ്ടീഷനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. ഇൻ കേസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ ട്രൈസോമി ആണെങ്കിൽ 47 ക്രോമസോംസ് ഉണ്ടാവും 46-ന് പകരം. A person with a trisomy has 47 chromosome instead of 46. Down syndrome, Edwards syndrome and Patters syndrome are the most common form of trisomy. ഇതാണ് ട്രൈസോമി കണ്ടീഷനായിട്ട്, അതായത് ഒരു ക്രോമസോം ആഡ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സിൻഡ്രോംസ് ആണ് ഇതൊക്കെ. ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പാറ്റസ് സിൻഡ്രോം. ഓക്കെ, ഈ കേസിൽ എക്സ്ട്രാ ക്രോമസോം ഈസ് ആഡഡ് ടു ദ 21st പെയർ ഓഫ് ഓട്ടോസോംസ്. ഇപ്പം ഡൗൺ സിൻഡ്രത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ട്രൈസോമി 21st സിൻഡ്രം എന്നാണല്ലോ പറയുന്നത്. അപ്പം 21st പൊസിഷനിൽ ഉണ്ടാവുന്ന ക്രോമസോംസിൽ ഒരു പെയർ, ആ പെയറിൽ ഒരു ക്രോമസോം എന്ത് ചെയ്യുക, എക്സ്ട്രാ ഒരു ക്രോമസോംസ് ആഡ് ചെയ്ത് വരിക ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ 44. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയായിരിക്കും? വിൽ ബി 47 ഇൻസ്റ്റെഡ് ഓഫ് 46. ഇതാണ് ആ ഒരു കണ്ടീഷൻ. അതായത് 21st പെയറിൽ ഒരു എക്സ്ട്രാ ഒരു ക്രോമസോം ആഡ് ചെയ്ത് വരിക. ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൗൺ സിൻഡ്രോം ഉള്ള പേഷ്യൻസിൽ കാണിക്കുന്നത്? മൈൽഡ് ഓർ മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡേഷൻ ഓർ ഇഡിയോസി. ഇവരുടെ IQ ലെവൽ എപ്പോഴും 25-നും 50-ക്കും ഇടയിലായിരിക്കും. ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആയി പോവുക, ഷോർട്ട് സ്റ്റേച്ചർ ആയിട്ട് ഇടുങ്ങിയ പോലെ ആവുക. അവരുടെ ഫേസ് മൂൺ ഫേസ് ആയിരിക്കും, റൗണ്ട് അല്ലെങ്കിൽ പഫ്ഡ് ഫേസ് ആയിരിക്കും. നോസ് വളരെ ചെറുതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള നേസൽ ബ്രിഡ്ജ് ആയിരിക്കും ഇവരിൽ കൂടുതലായിട്ടും കാണും. വേറെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ പ്രോമിനന്റ് എപ്പിക്കാന്തൽ ഫോൾഡ്. പ്രോമിനന്റ് എപ്പിക്കാന്തൽ ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൾഡ് സ്കിന്നാണ് അപ്പർ ഐലിഡിനും നേസൽ ബ്രിഡ്ജിനും ഇടയിൽ. മംഗോളോയിഡ് റേസിൽ ഉള്ളതുപോലെയുള്ള അപ്പർ ഐലിഡിനും നേസൽ ബ്രിഡ്ജിനും ഇടയിൽ കാണുന്ന ഒരു ഫോൾഡ് ഓഫ് സ്കിന്നെയാണ് എന്ത് എപ്പിക്കാന്തൽ ഫോൾഡ് എന്ന് പറയുന്നത്. ഇതാണ് എപ്പിക്കാന്തൽ ഫോൾഡ്. നേസൽ ബ്രിഡ്ജിനും അപ്പർ ഐലിഡിനും ഇടയിലുള്ള ഈ ഒരു ഫോൾഡ് ഓഫ് സ്കിന്നിനെയാണ് നമ്മൾ എപ്പിക്കാന്തൽ ഫോൾഡ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ടെങ് എന്തായിരിക്കും? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള നാവായിരിക്കും, പ്രൊട്രൂഡിങ് ടെങ്. സ്റ്റബ്ബി ഫിംഗേഴ്സ് ആയിരിക്കും, സ്റ്റബ്ബി ഫിംഗേഴ്സ്. ദാറ്റ് മീൻസ് ഇതേപോലെ സ്റ്റബ്ബി ഫിംഗേഴ്സ് ആയിരിക്കും ഇവരിൽ കൂടുതൽ കാണാം. ദെൻ ഇവരുടെ ഇയർ ലോബ്സ് വളരെ ചെറുതായിരിക്കും. ഇലാസ്റ്റിക് അല്ലെങ്കിൽ റഫ് സ്കിന്നായിരിക്കും ഇവരിൽ കൂടുതലായിട്ട് കാണാം. Then it causes a set of genes to exist in triplicate copies. അതായത് എക്സ്ട്രാ ഒരു ക്രോമസോം ചേർന്നിട്ട് ഇവർ ട്രിപ്ലിക്കേറ്റ് ആയിട്ട് മാറുക, പെയർഡ് ആവുന്നതിന് പകരം ട്രിപ്ലിക്കേറ്റ് ആയിട്ട് മാറുക. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ട്രൈസോമി 21st സിൻഡ്രോം. ദിസ് ജിനോടൈപ്പ് അല്ലെങ്കിൽ കാരിയോടൈപ്പ് ഇംബാലൻസ് കോസസ് കറസ്പോണ്ടിങ് ഫിനോടൈപ്പിക് അബ്നോർമാലിറ്റീസ്. ഇങ്ങനെ അവരുടെ കാരിയോടൈപ്പിൽ അല്ലെങ്കിൽ ജീനോടൈപ്പിക്കിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അനുസരിച്ചിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഫിനോടൈപ്പിക് അബ്നോർമാലിറ്റീസ് ഇവർ കാണിക്കുമെന്നാണ് പറയുന്നത്. ഒരു 4% മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള പേഷ്യൻസിലും വേറൊരു റീസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ആയിരിക്കാം. അതായത് എന്താണ് ഈ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ക്രോമസോം 21ൻ്റെ ലോങ് ആം
ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ടായി പോയിട്ട് 14th 15th അല്ലെങ്കിൽ 22nd പെയറിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അവിടെ എന്താവും, പെയർഡായിട്ട് കാണുന്ന സ്ഥാനത്ത് ആ ആമും കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ട്രിപ്ലിക്കേറ്റ് കോപ്പി ആയിട്ട് മാറും. സോ ദർ ഈസ് എ നോ ചേഞ്ച് ഇൻ ക്രോമോസോം നമ്പർ. ഓക്കെ, പക്ഷേ അവിടെ ഒരു ആം കൂടി വരുന്നത് കൊണ്ട് ഈ ഡൗൺ സിൻഡ്രം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വിക്റ്റിം, ഈ ഡൗൺ സിൻഡ്രം എഫക്റ്റഡ് ആയിട്ടുള്ള വിക്റ്റിംസ് എന്നാണ് നമ്മൾ പറയുക, അവർക്ക് എന്താണ് സംഭവിക്കുക, ഹൈ റിസ്ക് ഓഫ് കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ്, കൺജനൈറ്റൽ ആയിട്ടുള്ള ഹാർട്ട് ഡിഫക്റ്റ് ഉണ്ടാവും, അക്യൂട്ട് ലുക്കീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹൈ സസെപ്റ്റിബിലിറ്റി ടു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആൻഡ് ഹാർട്ട് ഡിസീസസ്. ദെൻ ഇവർ മെയിലാണെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല, ഫെർട്ടൈൽ ആയിരിക്കില്ല. ഫീമെയിൽ ബിയർ നോർമൽ ആസ് വെൽ ആസ് മംഗ്ലോയിഡ് ചിൽഡ്രൻ, ഫീമെയിലിന് നോർമൽ അല്ലെങ്കിൽ മംഗ്ലോയിഡ് ചിൽഡ്രൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴുള്ള ഡെലിവറി കഴിയുന്ന ഫീമെയിലിന് യൂഷ്വലി ആഫ്റ്റർ 35 years എന്താണ് ഡെലിവറി കഴിയുന്ന അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള അമ്മമാരിൽ ഉണ്ടാവുന്ന കുട്ടികൾ മംഗ്ലോയിഡ് ചിൽഡ്രൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. Women in their 40s have much higher chance of bearing mongoloid children than still younger women. ഒരു സെമി ലീത്തൽ കണ്ടീഷനാണ്, ഏർലി മോർട്ടാലിറ്റി ആണ്. അതിന് മെയിനായിട്ട് ഇങ്ങനെ മോർട്ടാലിറ്റി പെട്ടെന്ന് തന്നെ ഡെത്ത് സംഭവിക്കണമെങ്കിൽ അതിന് മെയിൻ റീസൺ എന്തായിരിക്കും, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ മൈലോയിഡ് ലുക്കീമിയ ആയിരിക്കാം. ഓക്കെ, ഇതാണ് ട്രാൻസ്ലൊക്കേഷൻ, ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡൗൺ സിൻഡ്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇനി അടുത്തത് പാറ്റസ് സിൻഡ്രോം. പാറ്റസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് എ കേസ് ഓഫ് ട്രൈസോമി 13. നേരത്തെ 21st ആണെങ്കിൽ ഇത് ട്രൈസോമി 13 ആണ്, ഓർ സംടൈം ട്രൈസോമി 13 to 15. അതായത് പാറ്റസ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷനിൽ 13 to 15 എന്ന് പറഞ്ഞാൽ ഡി ഗ്രൂപ്പ് ട്രൈസോമി ആണല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പാറ്റസ് സിൻഡ്രോം. കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഓഫ് ഫോർബ്രെയിൻ, കൺജനൈറ്റൽ ഹാർട്ട് ലേഷൻസ് ഒക്കെയാണ്. ഫോർബ്രെയിനിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുക, ഹാർട്ടിൽ ഹോളുകൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇത് കാണിക്കുന്ന സിംറ്റംസ്. മെൻ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ റിട്ടാർഡേഷൻ കാണിക്കുന്നുണ്ട്. ഇവരുടെ മൈക്രോസെഫാലി, ഹെഡ് റീജിയൻ മൈക്രോസെഫാലിക് ആയിരിക്കും. ഫോർഹെഡ് സ്ലോപ്പ് ചെയ്തുകൊണ്ട് ചരിഞ്ഞുകൊണ്ടായിരിക്കും കാണുന്നത്. എന്തെങ്കിലും ഫേഷ്യൽ ഡിഫക്ട്സ് ഇവർക്ക് കാണിക്കുന്നുണ്ട്. ഇവരുടെ ലിപ്പിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ് ആണ്. സ്മോൾ ഐസ് ആൻഡ് ചിന്നും. ഇതാണ് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ളൊരു പാലറ്റാണ്. പാലറ്റ് കണ്ടില്ലേ, ഇവിടെ നോർമൽ പാലറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എന്താണ് ക്ലെഫ്റ്റഡ് ആയിട്ടുള്ള പാലറ്റാണ്. ഇതാണ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ക്ലെഫ്റ്റ് പാലറ്റ് ഉള്ള ഒരു ബേബിയെ കണ്ടാൽ നമുക്ക് നോർമലി മനസ്സിലാവില്ല. അവരുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് അവരുടെ ക്ലെഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇവർക്ക് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇയർ ലോബ്സ് ഡീഫോംഡ് ആയിരിക്കും, ഡെഫ്നെസ് ഉണ്ടാവും, ഇൻറ്റേർണൽ ഓർഗൻസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും, എക്സ്ട്രാ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസ് ഉണ്ടാവുക ഇവർക്ക്. അതിനെയാണ് ആ ഒരു കണ്ടീഷനെ ഹൈപ്പർ ഡാക്ടൈലി അല്ലെങ്കിൽ പോളിഡാക്ടൈലിക് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇവിടെ നോക്കിക്കേ, ട്രൈസോമിയാണ്. അപ്പം ഇവിടെ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവുന്നുണ്ട് 13th പൊസിഷനിൽ. ഓക്കെ, ആ 13th-ലാവാം, 14th-ലാവാം, 15th-ലാകാം. ഈ ഡി ഗ്രൂപ്പ് ട്രൈസോമി എന്ന് പറയാൻ കാരണം അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ലീത്തൽ കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഡെത്ത് സംഭവിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ബർത്ത് ഡിഫക്റ്റ് ഓഫ് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് അതർ വൈറ്റൽ ഓർഗൻസ്. ദ ബേബി സർവൈവ് ഓൺലി ഫോർ എ ഫ്യൂ മന്ത്സ്. കുറച്ച് മാസങ്ങളെ അവർ ജീവിച്ചിരിക്കുള്ളൂ. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് ആദ്യത്തെ 3 months. ദ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 20,000 ലൈവ് ബർത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരാൾക്കെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സിൻഡ്രോമാണ് ക്രൈഡ്യൂ-ചാറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ കാറ്റ് ക്രൈ സിൻഡ്രോം. എന്താണ് ഈ ക്രൈഡ്യൂ-ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്? ഇതൊരു നേരത്തെ നമ്മൾ പറഞ്ഞതൊന്ന് ആഡ് ചെയ്ത് വരുന്നൊരു കണ്ടീഷൻ, ട്രൈസോമിക് കണ്ടീഷനാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒന്ന് ഡിലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ക്രോമോസോം. ഇറ്റ്സ് എ വെരി റെയർ കേസ് ഓഫ് ഡെലീഷൻ മ്യൂട്ടേഷൻ. ഓക്കെ, first reported by Lejeune, Turpin and Gauthier in 1963. ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ലോസ് ഓഫ് പോർഷൻ ഓഫ് ഷോർട്ടർ ആം ഓഫ് 4th or 5th ക്രോമോസ്. 4th അല്ലെങ്കിൽ 5th പെയർ ഓഫ് ക്രോമോസോംസിൻ്റെ ആംസിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ടർ ആംസിൻ്റെ പൊസിഷൻ എന്താവുക, ആ പോർഷൻ എന്താവുക, ലോസ് ആയി പോവുക.
ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുക, IQ ലെവൽ എപ്പോഴും 20നും 40ക്കും ഇടയിലായിരിക്കും, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, വെരി സ്മോൾ ഹെഡ്, അതിനെയാണ് മൈക്രോസെഫാലിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, വൈഡ്ലി സ്പേസ്ഡ്, കണ്ണുകൾ തമ്മിൽ ഇടയിൽ നല്ല സ്പേസ് ഉണ്ടാവുക, വിത്ത് എപ്പിക്കാന്തൽ ഫോൾഡ്, റിസൈഡിങ് ചിൻ, ബ്രോഡ് ഫേസ് അല്ലെങ്കിൽ മൂൺ ഫേസ്, സാഡിൽ നോസ്, ഇതാണ് സാഡിൽ നോസ് എന്ന് പറയുന്നത്. ഇനി റിസൈഡിങ് ചിൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവരുടെ മൗത്തിന് കുറച്ച് പുറകോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവരുടെ എന്ത് കാണുക, ചിന്ന് കാണുക. വെൻ ചിൻ ഈസ് സെറ്റ് ബാക്ക് എക്സസീവ്ലി കമ്പയർഡ് ടു ദ അപ്പർ ജോ, ദിസ് ഇസ് കോൾഡ് റിട്രോഗീനിയ അല്ലെങ്കിൽ റിട്രോജെനിയ എന്ന് പ്രൊനൗൺസ് ചെയ്യാം. ഇത് ആണ് റിസൈഡിങ് ചിൻ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു കണ്ടീഷൻ. ഒരു ആം കട്ടായി പോവുക, 5th പൊസിഷൻ അല്ലെങ്കിൽ 4th പൊസിഷനിൽ, ഇവിടെ 5th പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് ക്രൈഡ്യൂച്ചാറ്റ് സിൻഡ്രോം ഉണ്ടാവുക. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്കൊരു എന്താണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ കരയുന്നത് ഒരു പ്രത്യേക സൗണ്ടോട് കൂടിയാണ്, അതായത് ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ മ്യൂയിങ് ഓഫ് ക്യാറ്റ്. ദ ക്രൈ ഓഫ് എൻ അഫക്റ്റഡ് ചൈൽഡ് ഈസ് വെരി മീക്ക് ആൻഡ് സിമിലർ ടു ദ മ്യൂയിങ് ഓഫ് ക്യാറ്റ്. ഒരിക്കലും പേഷ്യൻസ് അധികകാലം ജീവിക്കില്ല, ദേ വിൽ ഡൈ, they die before childhood. ഓക്കെ, അടുത്ത സിൻഡ്രോമാണ് എഡ്വേർഡ് സിൻഡ്രോം. അത് ട്രൈസോമി 18 സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് 18th പൊസിഷനിലായിരിക്കും ഒന്ന് ആഡ് ചെയ്ത് വരുന്നത്. എഡ്വേർഡ് സിൻഡ്രോം ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് JH എഡ്വേർഡ് ആണ്. അതുകൊണ്ടാണ് ഇതിന് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പേര് കിട്ടിയത് 1960. ഒരു കൺജനറ്റൽ ഡിസോർഡർ ആണിത്. മോർ കോമൺ എമംഗ് ഫീമെയിൽസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ദെൻ ആൻഡ് ഓൾസോ എമംഗ് ദ ചിൽഡ്രൻസ് ഓഫ് ഓൾഡർ പാരൻസിൽ ഉണ്ടാവുന്ന കുട്ടികളിൽ. ഇറ്റ്സ് എ കേസ് ഓഫ് ട്രൈസോമി 18 ഓർ ട്രൈസോമി 16 to 18. 16 to 18 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ട്രൈസോമിയാണ്. പ്രൈമറി ഓട്ടോസോമൽ നോൺ ഡിസ്റ്റിങ്ഷൻ ആണ്. ഗ്യാമിറ്റോജെനിസിസ്, അതായത് ഗ്യാമീറ്റ് സിന്തസിസ് നടക്കുന്ന സമയത്ത് ആ ക്രോമസോംസിൻ്റെ ആം എന്ത് ചെയ്യുക, ട്രാൻസ്ലൊക്കേറ്റഡ് ആവുക, അതിനെയാണ് ഓട്ടോസോമൽ നോൺ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്, സിൻഡ്രോമാണ് എഡ്വേർഡ് സിൻഡ്രോം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺജനറ്റൽ മൾട്ടിപ്പിൾ മാൽഫോർമേഷൻസ്, എല്ലാ വൈറ്റൽ ഓർഗൻസിലും എന്തെങ്കിലും തരത്തിലുള്ള മാൽഫോർമേഷൻസ് ഉണ്ടാവുക കൺജനറ്റലായിട്ട്, സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ, ഡിഫക്റ്റീവ് ഹാർട്ട്, അബ്നോർമൽ കിഡ്നീസ്, ഇലോങ്ങേറ്റഡ് സ്കൾ, ഹൈലി ആർച്ച്ഡ് പ്ലേറ്റ്, abnormally shaped and low set ear lobes, short and distorted sternum. ഇവരുടെ സ്മോൾ ആൻഡ് റിസൈഡിങ് ചിന്നാണ്, വെരി സ്മോൾ ജോസ്, മൈക്രോനാക്തിയ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്, ടൈറ്റ്ലി ക്ലെഞ്ച്ഡ് ഫിസ്റ്റ് ആൻഡ് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ്. ഇതാണ് ഡിസ്റ്റോർട്ടഡ് സ്റ്റേർണം, ഇത് മൈക്രോനാക്തിയ. ഓക്കെ, ഇറ്റ്സ് മോർ കോമൺ എമംഗ് ഫീമെയിൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ആൻഡ് ഓൾസോ എമംഗ് ചിൽഡ്രൻസ് ഓഫ് ഓൾഡർ പാരൻസ്. നമുക്കറിയാം ഈസോപ്പ് ട്രൈസോമിയാണ് ഈ ഗ്രൂപ്പ്. അതാണ് എന്താണ് ഇവരുടെ ആംസിൻ്റെ പറഞ്ഞല്ലോ, ആർച്ച്ഡ് ആയിട്ടുള്ള ഇവരുടെ ഷോർട്ട് ആൻഡ് ആർച്ച്ഡ് ആയിട്ടുള്ള ഇവരുടെ മൗത്ത് റീജിയൻ കണ്ടില്ലേ, ആർച്ച്ഡ് പ്ലേറ്റ് അല്ലെങ്കിൽ പാലറ്റ്. ഓക്കെ, ദെൻ ഇത്രയാണ് ക്രോമസോമൽ അനോമലീസ്. ദെൻ അടുത്തത് സെക്സ് ക്രോമസോമൽ അനോമലീസ്. രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്, ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒവേറിയൻ ഡിസ്റ്റൻസസ്, ഫീമെയിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഒവേറിയൻ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹെൻറി ടർണർ ആണ് ആൻഡ് ഹിസ് ടീം 1938. ഇതൊരു അബ്നോർമൽ ഫീമെയിൽ കണ്ടീഷനാണ്, കോസ്ഡ് ബൈ സെക്സ് ക്രോമസോമൽ മോണോസോമിയാണ് ഇവിടെ. മോണോസോമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, ഒരു ക്രോമസോം എന്താ പറയുക, ഡിലീറ്റ് ആയി പോവുക, മിസ്സായി പോവുക, ആ ഒരു കണ്ടീഷനാണ് മോണോസോമി. ഇൻസ്റ്റെഡ് ഓഫ് 46 ക്രോമോസോംസ് ദ പേഴ്സൺ ഹാസ് ഓൺലി 45 ക്രോമോസോം. ഇങ്ങനെയുള്ള ഫീമെയിൽ സ്റ്റെറൈൽ ആയിരിക്കും വിത്ത് ഓൺലി 45 ക്രോമോസോംസ്. ദാറ്റ് മീൻസ് 44A, ഓട്ടോസോംസിന് ഒരു ചേഞ്ചും ഇല്ല, XO ആയിരിക്കും, അതായത് വൈയിലാണ് എന്താണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്, അത് ഒന്ന് ഡിലീറ്റ് ആയി പോകുന്നത്. ഓക്കെ, ദെൻ റുഡിമെൻ്ററി അല്ലെങ്കിൽ ഇമ്മച്വർ ഓവേഴ്സ്, ഫങ്ഷൻലെസ് ആയിട്ടുള്ള ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഓവറി ആണെന്ന് ഇവരിൽ കാണുന്നത്. ജേം സെൽസ് ആബ്സെൻ്റ് ആയിരിക്കും, വെരി സ്മോൾ യൂട്രസ്, ബ്രോഡ് ആൻഡ് ഷീൽഡ് ലൈക്ക് ചെസ്റ്റ്,
underdeveloped breast, widely separated nipples, abnormal jaws, short and web necked, ഷോർട്ട് സ്റ്റാച്ചർ ആണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റും മെൻ്റൽ കപ്പാസിറ്റീസും നോർമൽ തന്നെയായിരിക്കും, വേറെ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ ഇൻസിഡൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 10,000 ഫീമെയിൽ ബർത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി സിവിയർ കേസ് വിത്ത് നിയർലി 99% പ്രീ നാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, പിന്നെ അടുത്തത് ബാർബോഡീസ് ഇവരിൽ ഉണ്ട്. പിന്നെ ഒരു കാര്യം, പേഷ്യൻ്റ് ഓഫ് ടേർണർ സിൻഡ്രം ഹാവ് നോ ബാർബോഡീസ് ഇൻ ദർ സെൽസ്. അതായത് ഇവർക്ക് ഫീമെയിലിൽ ബാർബോഡീസ് ഉണ്ടാവില്ല. അതിന് മെയിനായിട്ടുള്ള കാരണം എക്സ് ക്രോമോസോം ഇനാക്ടിവേഷനാണ്, ലയണൈസേഷൻ. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ സിംഗിൾ എക്സ് ക്രോമോസോം ഹാസ് നോട്ട് അണ്ടർഗോൺ ലയണൈസേഷൻ, ഹെട്രോക്രോമാറ്റിനൈസേഷൻ. അതായത് സ്റ്റെയിൻഡ് ആവില്ല, അവർക്ക് എക്സ് ഇനാക്ടിവേഷൻ ആവാനാണ് അവിടെ ചാൻസ് കൂടുതൽ. ഈ ലയണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ അറിയുന്നത് എക്സ് ഇനാക്ടിവേഷൻ എന്നാണ്. മാമൽസിൻ്റെ കേസിൽ നമുക്കറിയാം മെയിൽ ഒരു എക്സ് ക്രോമസോംസിനെ മാത്രമേ ഉള്ളൂ റിസീവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫീമെയിൽ 2 എക്സ് ക്രോമസോംസിന് എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഒരു എക്സ് ക്രോമസോംസ് എന്താവുന്നുണ്ട്, ഇനാക്റ്റീവ് പോകുന്നുണ്ട്. അത് ഇനാക്റ്റീവ് ആവാൻ റീസൺ എന്താണ്, ലയനൈസേഷൻ നടക്കുന്നില്ല, ഹെട്രോക്രോമാറ്റിനൈസേഷൻ ആവുന്നില്ല, നമുക്ക് അതിന് കാണാൻ പറ്റില്ല. അപ്പം അതെന്താവും, ഇനാക്റ്റീവായിട്ട് മാറും. ആ ഒരു ക്രോമസോംസിലാണ് ബാർബോഡീസ് കാണുക. അതുകൊണ്ടാണ് ആ എക്സ് ക്രോമസോം ഇനാക്റ്റീവ് ആകുമ്പം അവിടെ ബാർബോഡി ഉണ്ടാവില്ല. ദെൻ ഇതിനുള്ള ജനറ്റിക് റീസൺ എന്തൊക്കെയാണ്? ജനറ്റിക് റീസൺ എന്ന് പറയുന്നത് നോൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് എക്സ് ക്രോമസോം ഡ്യൂറിങ് ഗാമിറ്റോജെനിസിസ് അറിയാമല്ലോ. പിന്നെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള എക്സ് ലാക്കിംഗ് എഗ്ഗ് നോർമൽ എക്സ് ബിയറിംഗ് ആയിട്ടുള്ള സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. പിന്നെ നോർമൽ എക്സ് ബിയറിംഗ് എഗ്ഗും അബ്നോർമൽ സ്പേം ഡിവോയ്ഡ് ഓഫ് എക്സ് ആൻഡ് വൈ ക്രോമസോംസും ക്രോസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവാം. when an XX zygote loses X chromosome during first cleavage, ആ ഒരു കണ്ടീഷനിലും എന്തുണ്ടാവാം, ഈ ഒരു സിൻഡ്രം ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അടുത്തത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രം. നേരത്തെ ഫീമെയിൽ ആണെങ്കിൽ ഇതിന് പറയുന്നത് ടെസ്റ്റിക്കുലാർ ഡിസ്റ്റൻസസ് എന്നാണ്, മെയിലാണ് ഉണ്ടാകുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ലൈൻഫെൽട്ടർ എന്ന സയൻറ്റിസ്റ്റ് 1942 അല്ല. ഇതൊരു അബ്നോർമൽ മെയിൽ കണ്ടീഷനാണ്. യൂഷ്വലി കോസ്ഡ് ബൈ സെക്സ് ക്രോമോസോമൽ ട്രൈസോമിയാണ് ഇവിടെ ഉള്ളത്, ഒന്ന് ആഡ് ചെയ്ത് വരാം. which result from sex chromosomal non-disjunction during gametogenesis. അതായത് 47 ക്രോമസോംസ് ഉണ്ടാവും, അതായത് 44A plus XXY. ദെൻ വേറെ എന്താണ് 44A plus XXYY, അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഉണ്ടാവുന്നത്. ഇതിവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ കാരിയോടൈപ്പാണ് XXY, ഒന്ന് ആഡ് ചെയ്തിട്ട് വരിക. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റെറൈലായിരിക്കും മെയിൽ വിത്ത് സ്മോൾ ആൻഡ് ഇമ്മച്വർ ടെസ്റ്റിസ്, സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് ഫെമിനൈസ്ഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സാണ് കാണിക്കുക. എൻലാർജ്ഡ് ഫെമിനൈൻ ബ്രസ്റ്റ്, അതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു കണ്ടീഷൻ, ഗൈനക്കോമാസ്റ്റിയ എന്നിട്ടുള്ള കണ്ടീഷൻ. ദെൻ സ്പാസ് ഫേഷ്യൽ അബ്നോർമൽ ഹെയർസ്, ഫേസിലൊക്കെ അബ്നോർമൽ ഹെയർസ് കാണുക. മെൻ്റൽ റിട്ടാർഡേഷൻ, അവരുടെ ആവറേജ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 1000 മെയിൽ ബർത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 1. ക്ലൈൻഫെൽട്ടർ സിൻഡ്രത്തിൽ സെക്സ് ക്രോമോസോമൽ നോൺ ഡിസ്റ്റിങ്ഷൻ ഇൻ ഫീമെയിൽ റിസൾട്ട് ഇൻ 2 types ഓഫ് എഗ്, ദോസ് വിത്ത് XX സെക്സ് ക്രോമോസോംസ് ആൻഡ് ദോസ് വിത്തൗട്ട് സെക്സ് ക്രോമോസോംസ്. മെയിലോ അതിലെന്താണ് 2 types ഓഫ് സ്പേം ഉണ്ട്, ദോസ് വിത്ത് XY സെക്സ് ക്രോമോസോംസ് ആൻഡ് ദോസ് വിത്തൗട്ട് സെക്സ് ക്രോമോസോംസ്. എങ്ങനെയാണ് ഇതിൻ്റെ ജനറ്റിക് റീസൺ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഓഫ് എൻ XX എഗ് ബൈ എ Y ബിയറിംഗ് സ്പേം റിസൾട്ടിംഗ് ഇൻ എൻ XXY സൈഗോട്ട്. സിമിലർലി ഫെർട്ടിലൈസേഷൻ ഓഫ് നോർമൽ എക്സ് ബിയറിംഗ് എഗ് ബൈ എൻ XY സ്പേം ഓൾസോ റിസൾട്ട് ഇൻ എൻ XXY സൈഗോട്ട്. ഇതാണ് 2 സിൻഡ്രം എന്ന് പറയുന്നത്, ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, താങ്ക് യു.